കുറെ കാലമായിട്ട് CPM-ഉം ഇടതുപക്ഷം നടത്തുന്ന ഒരു പരിപാടിയാണല്ലോ പണക്കൊഴുപ്പ് കൊണ്ട് കാര്യം നേടുക എന്നുള്ളത്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം 2 തെരഞ്ഞെടുപ്പിലും പണത്തിന്റെ ഒരു സ്വാധീനത്തിൽ തന്നെയാണ് ജനങ്ങളെ തെരഞ്ഞെടുപ്പിൽ അവർ അഭിമുഖീകരിച്ചത്. ആ 2 തവണയും അവർക്ക് പരാജയമുണ്ട്. മൂന്നാമതൊരിക്കൽ കൂടി ആ രീതിയിൽ തന്നെ അവർ വന്നു. വലിയ പണം ഇറക്കി എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. ഞാനതിന്റെ കണക്കൊന്നും നോക്കാനോ അന്വേഷിക്കാനോ ഞാൻ പോയിട്ടില്ല. പിന്നെ ഞാൻ ഇറക്കി എന്നാരും പറയില്ലല്ലോ. എനിക്ക് വോട്ട് മാത്രമല്ല ജനങ്ങൾ തന്നത്, നോട്ട് കൂടിയാണ്. എനിക്ക് തെരഞ്ഞെടുപ്പിന് വേണ്ട പണം തന്നതും ഇവിടുത്തെ ജനങ്ങളാണ്. അവരാണ് എന്നെ വിജയിപ്പിക്കാൻ വേണ്ട വോട്ടും തരുന്നത്. കേരളം കാത്തിരിക്കുന്ന ജനവിധിക്കായി ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയാണ്. തിരൂരിൽ വലിയ പ്രതീക്ഷയിലാണ് UDF സ്ഥാനാർത്ഥിയായ നിലവിലെ സിറ്റിംഗ് MLA ആയ കുറുക്കോളി മൊയ്തീൻ തന്നെ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നു. ഏതായാലും മണിക്കൂറുകൾ മാത്രമാണ് ഇപ്പോൾ വിധിക്കായുള്ളത്. തിരൂരിലെ ഒരു പ്രതീക്ഷ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. അത് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഒരു 5 അക്ക സംഖ്യ ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. അവസാന ഘട്ടത്തിലെ ഒരു നോക്കുമ്പോൾ ഒരു അസിസ്റ്റന്റ് കണക്കെടുപ്പ് ഞാൻ അങ്ങനെ ഒരു കണക്ക് പറയുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. എന്നാലും ശ്രദ്ധേയമായ ഭൂരിപക്ഷം ഉണ്ടാവും. ഒക്കെ കണക്കിലെടുത്തു. ഞങ്ങൾ മക്കള് അത്രമാത്രം കഷ്ടപ്പെട്ടു. അവർ വലിയ പ്രതീക്ഷയിലാണ്. അവർ തന്ന കണക്കാണ് എന്റെ കണക്ക്. കാരണം അവരാണല്ലോ ഈ വിഭവം ഒരുക്കിയത്. അത്രമാത്രം ഈ വേലിനെ അവഗണിച്ചുകൊണ്ട് അവർ അധ്വാനിച്ചിട്ടുണ്ട്. UDF-ന്റെ പ്രവർത്തകന്മാർ ഓരോരുത്തരും ഓരോ പ്രദേശത്തും. അതുകൊണ്ട് അതിന് ശ്രദ്ധേയമായൊരു ഭൂരിപക്ഷം, നല്ലൊരു വിജയം ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു മത്സര ചിത്രത്തിലേ ഉണ്ടായില്ലാത്തൊരു പ്രദേശമായിരുന്നു തിരൂർ മണ്ഡലം. പെട്ടെന്ന് മന്ത്രി വന്നപ്പോൾ ഒരു മത്സര പ്രതീതി വരികയായിരുന്നു. അതിനെങ്ങനെയാണ്? അത് ഞങ്ങൾക്ക് ദൈവാനുഗ്രഹമായിരിക്കാം, ഒരു സഹായമായി. മന്ത്രി വരുന്നു എന്നും കൂടി കേട്ടപ്പോൾ അത് വന്നതുകൊണ്ടായിരിക്കാം പ്രവർത്തകർക്ക് ഒന്നും കൂടി ഒരു ഊർജ്ജസ്വലത കൈവന്നു. ഒരു തണുത്തു നിന്നിരുന്ന ചൂടൊക്കെ അല്ലേ, വോട്ട് ചെയ്താൽ മതിയല്ലോ എന്ന് കരുതിയിരുന്ന ആളുകളല്ല, കുറച്ച് പ്രവർത്തിക്കും കൂടി വേണം എന്നൊരു തീരുമാനത്തിലേക്ക് അവർ കടന്നു പോകും. ഈ പ്രചാരണ രംഗത്ത് പണത്തിന്റെ വലിയൊരു കൊഴുപ്പ് കണ്ടു. വലിയ തോതിലുള്ള പ്രചാരണം, മത്സരം ശക്തമാണ് എന്നുള്ളൊരു പ്രതീതി ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അങ്ങനെ ഒരു സാഹചര്യം വിലയിരുത്തുമ്പോൾ അങ്ങനെ തോന്നി ശക്തമായ ഒരു മത്സരമായി? അത് കുറെ കാലമായിട്ട് CPM-ഉം ഇടതുപക്ഷം നടത്തുന്ന ഒരു പരിപാടിയാണല്ലോ പണക്കൊഴുപ്പ് കൊണ്ട് കാര്യം നേടുക എന്നുള്ളത്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം 2 തെരഞ്ഞെടുപ്പിലും പണത്തിന്റെ ഒരു സ്വാധീനത്തിൽ തന്നെയാണ് ജനങ്ങളെ തെരഞ്ഞെടുപ്പിൽ അവർ അഭിമുഖീകരിച്ചത്. ആ 2 തവണയും അവർക്ക് പരാജയമുണ്ട്. മൂന്നാമതൊരിക്കൽ കൂടി ആ രീതിയിൽ തന്നെ അവർ വന്നു. വലിയ പണം ഇറക്കി എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. ഞാനതിന്റെ കണക്കൊന്നും നോക്കാനോ അന്വേഷിക്കാനോ ഞാൻ പോയിട്ടില്ല. പിന്നെ ഞാൻ ഇറക്കി എന്നാരും പറയില്ലല്ലോ. എനിക്ക് വോട്ട് മാത്രമല്ല ജനങ്ങൾ തന്നത്, നോട്ട് കൂടിയാണ്. എനിക്ക് തെരഞ്ഞെടുപ്പിന് വേണ്ട പണം തന്നതും ഇവിടുത്തെ ജനങ്ങളാണ്. അവരാണ് എന്നെ വിജയിപ്പിക്കാൻ വേണ്ട വോട്ടും തരുന്നത്. അങ്ങനെ നോട്ടും വോട്ടും തന്ന ഒരു സ്ഥാനാർത്ഥി ലഭിച്ച ഒരു സ്ഥാനാർത്ഥി ചിലപ്പോൾ ഞാനുണ്ടാവുള്ളൂ കേരളത്തിൽ. സ്വാഭാവികമായിട്ട് അവസാനം മലപ്പുറം ജില്ലയിലത്തെ ഒരു സാഹചര്യം, മലപ്പുറം ജില്ലയിൽ 16 സീറ്റിലും UDF ചെയ്യാൻ സാധ്യതയുണ്ട്, വിജയിക്കും. കേരളത്തിൽ UDF ജയിക്കും. ഞാൻ 80-ലധികം എന്നാണ് കാണുന്നത്. ഏതായാലും പിന്നെ അവസാന ഒരു കൃത്യമായിട്ട് ഒരു ഭൂരിപക്ഷം പറയാൻ കഴിയുന്നത് അത് ഞാൻ പറയുന്നത് ഒരു അതവുകാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ വിജയം. എന്റെ പാർട്ടി നേതാക്കന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഉള്ള അഭിപ്രായം. പക്ഷെ ഇവിടെ ഈ സാധാരണയിൽ നിന്ന് വിഭിന്നമായി മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നു. ഞങ്ങൾക്ക് പണമൊന്നുമല്ല വേണ്ടത്, ഞങ്ങൾക്ക് ജനാധിപത്യമാണ് വേണ്ടത് എന്ന് അവര് തെളിയിച്ചു. അവസാന ഘട്ടത്തിൽ ഒരു ആശങ്കയ്ക്കും ഇടയില്ല. സ്ത്രീകളും യുവാക്കളുമാണ് എന്റെ കൂടെ കൂടുതലായി ഉണ്ടായത്. ഒരുപക്ഷെ എവിടെയും അതുണ്ടായിട്ടുണ്ട്. അവരിങ്ങനെ ഇത്രമാത്രം സ്ത്രീകളും ഇത്രമാത്രം യുവാക്കളുടെയും ഒരു വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിലെ പങ്കാളിത്തം ഇതെന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വോട്ടാകുമല്ലോ. ഇത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. വലിയൊരു ആത്മവിശ്വാസത്തിലാണ് കുറുക്കോളി മൊയ്തീനുള്ളത്. ഏതായാലും വലിയ ഭൂരിപക്ഷത്തോടുകൂടി, കഴിഞ്ഞ തവണത്തെക്കാളും വലിയ ഭൂരിപക്ഷത്തോടുകൂടി മണ്ഡലം നിലനിർത്താനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് കുറുക്കോളി മൊയ്തീൻ പങ്കുവെക്കുന്നത്. ജിത്തു വട്ടത്തിനൊപ്പം യൂനുസ് അഹമ്മദ്, മീഡിയ 1 തിരൂർ.